ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പലിനെ BJP സഹായിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. വടകരയിൽ UDF-നെ സഹായിക്കുന്ന BJPക്ക് പാലക്കാട് സഹായം തിരിച്ചു നൽകും. BJPക്ക് ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികളാണ് LDF-ൽ നിന്ന് മത്സരിക്കുന്നത്. BJP സഹായിക്കാനാണ് കോൺഗ്രസ് ഇത്തവണ ശ്രമിക്കുന്നതെന്നും MP രാജേഷ് 24-നോട് പറഞ്ഞു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഷാഫി പറമ്പിൽ MLA വടകരയിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു കോലീബി സാധ്യതയുണ്ടെന്നാണ് മന്ത്രി MP രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. എന്താണ് അതിനാധാരം? വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ. ഒന്ന്, വടകരയിലാണ് കേരളത്തിലെ കോലീബി സഖ്യത്തിൻ്റെ പരീക്ഷണം ആദ്യം നടന്നത്. വടകരയും ബേപ്പൂരും 91-ൽ KP ഉണ്ണികൃഷ്ണനെതിരെ അഡ്വക്കേറ്റ് രത്നസിംഗിനെയും TK ഹംസയ്ക്കെതിരെ ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടിയെയും കോൺഗ്രസ് ലീഗ് BJP പൊതു സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ചു. പരസ്യ സഖ്യമായതുകൊണ്ട് ആളുകൾ കയ്യോടെ പിടിച്ചു പൊളിച്ചടുക്കി കൊടുത്തു. വടകരയിൽ UDF-നെ സഹായിച്ചാൽ പാലക്കാട്ട് പാർലമെൻറ്റിലേക്കും പിന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടേക്കും തിരിച്ച് സഹായിക്കാം എന്നതാണ് ധാരണ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി നിർണയം ഇത്ര വൈകിയതും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയതും എന്തിനാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി. അല്ലെങ്കിൽ ചുമരെഴുത്തും പ്രചരണമൊക്കെ നടത്തിയതാണല്ലോ. ഇന്ന് പത്രങ്ങളിലൊക്കെ കാണുന്നത് മായ്ക്കുന്ന ചുമരെഴുത്തിൻ്റെയും കീറുന്ന പോസ്റ്ററിൻ്റെയും ചിത്രങ്ങളാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇതാ ഞങ്ങൾ അക്കൗണ്ട് തുറന്നു തരാം എന്ന വാഗ്ദാനമാണ് BJPക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പഴയ വടകര ബേപ്പൂർ മോഡലിൻ്റെ പുതിയ പതിപ്പാണ് വടകര ആലപ്പുഴ പാക്കേജ്. LDF-ന്റെ ഇപ്പോൾ മന്ത്രി മത്സരിക്കുന്നുണ്ട്, ശൈല ടീച്ചർ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളല്ല. ചേലക്കരി മട്ടന്നൂരൊന്നും തന്നെ ഒരിക്കലും അവർക്ക് വിജയിച്ച് കയറാൻ പറ്റുന്ന ഇടങ്ങളല്ല. അപ്പോൾ സത്യത്തിലൊരു BJPക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് നിയമത്തിന് ശേഷം. കേരളത്തിൽ BJPക്ക് സാധ്യതയുള്ള ഒരു സീറ്റ് പാലക്കാട്ട് നിന്ന് തന്നെ തിരഞ്ഞുപിടിച്ച് ഒരാളെ വടകരയ്ക്ക് അയക്കുന്നു, ഈ സിറ്റിംഗ് MLA തന്നെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ധാരണ ഉണ്ടാക്കി. ഇതെല്ലാം ഈ ഒരു പാക്കേജിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പത്മജ പോയത് ഒറ്റപ്പെട്ടതാണ് എന്ന് കരുതണ്ട. തെരഞ്ഞെടുപ്പിന് ശേഷം ആരൊക്കെ പോകാനിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. കൃത്യമായി വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് BJPക്ക് വേണ്ടിയുള്ള ഒരു സഹായമാണ്. ആ സഹായം തിരിച്ച് പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് കിട്ടുമെന്നുള്ളതാണ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് 24.